വെൽക്കം ബാക്ക് ടു എൻജോയ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. ഇന്ന് നമ്മൾ ഭൂമിശാസ്ത്രത്തിന്റെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന്റെ ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് അതിർത്തികളെ കുറിച്ചാണ് അല്ലെ. ഇന്ത്യയുടെ അതിർത്തികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചും രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നോക്കൂ, ഇത് പാമീർ പീഠഭൂമി. ഇനി അടുത്ത് മനസ്സിലാക്കണം എന്താണ് പാമീർ പീഠഭൂമി. എന്താണ് പാമീർ പീഠഭൂമി? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമീർ പീഠഭൂമി. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമീർ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ മധ്യേഷ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പീഠഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ പാമീർ പീഠഭൂമി പാമീർ പീഠഭൂമി പല പർവ്വതനിരകളായിട്ട് പിരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പാമീർ പീഠഭൂമി പല പർവ്വതനിരകളായിട്ട് പിരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാറക്കോറം മുതലായ പർവ്വതനിരകളായിട്ടാണ് പാമീർ പീഠഭൂമി വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നത്. പാമീർ പീഠഭൂമി ലോകത്തിന് മേൽക്കൂര എന്നറിയപ്പെടുന്നു. എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രധാനമായും കുറെ പർവ്വതനിരകളായിട്ട് പിരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ പാമീർ പീഠഭൂമി ഏതൊക്കെ പർവ്വതനിരകളായി പിരിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കാനുള്ളത് ഏതൊക്കെയാണ്? ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാറക്കോറം മുതലായ പർവ്വതനിരകളായിട്ടാണ് പാമീർ പീഠഭൂമി പിരിഞ്ഞു പോകുന്നതും കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ ഈ കാറക്കോറം പർവ്വതനിര ടിബറ്റിലെ കൈലാസ നിരകളായിട്ട് അതിന്റെ ടിബറ്റിലെ കൈലാസ നിരകൾ, അത് കാറക്കോറം പർവ്വതനിരകളുടെ തുടർച്ചയെന്ന് കാണാൻ സാധിക്കുന്നത് ടിബറ്റിലെ കൈലാസ നിരകളാണ്. കാറക്കോറം പർവ്വതനിരകൾ തുടർച്ചയായി കാണപ്പെടുന്നത് ടിബറ്റിലെ കൈലാസ നിരകളാണ്. ഇനി അപ്പൊ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ലോകത്തിന്റെ പീഠഭൂമി അല്ലെങ്കിൽ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. അത് മധ്യേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് പ്രധാനപ്പെട്ട കുറച്ച് പർവ്വതനിരകളായി പിരിഞ്ഞു പോകുന്നു. അതാണ് ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാറക്കോറം മുതലായ പർവ്വതനിരകളായിട്ടാണ് പാമീർ പീഠഭൂമി പിരിഞ്ഞു പോകുന്നത്. ഇത് കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായി കാണപ്പെടുന്നതാണ് ടിബറ്റിലെ കൈലാസ നിരകൾ. ഇനി എന്താണ് ഉപദ്വീപ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഉപദ്വീപ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉപദ്വീപ് എന്ന് വിളിക്കാം. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗത്തെ എന്ത് വിളിക്കാം? ഉപദ്വീപ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗം 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണുന്നു. എന്താണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗം 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണുന്നു. ഈ ഭൂഭാഗത്തെയാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തെ ഈ ഭാഗത്തെ നമുക്ക് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് വിളിക്കാം. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണുന്നു. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണുന്ന ഈ ഭാഗത്തെ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിന്റെ സവിശേഷത അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെ 4 തരംതിരിക്കാം. ഉത്തര പർവ്വതമേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപ പീഠഭൂമി, തീരപ്രദേശവും ദ്വീപുകളും. ഈ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നു? കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ വൻമതിൽ പോലെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് ഉത്തര പർവ്വത മേഖല എന്നറിയപ്പെടുന്നത്. കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന വൻമതിൽ പോലെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത മേഖലയാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഇതിനെ പ്രധാനമായും നമുക്ക് 3 തരംതിരിക്കും. അപ്പോൾ ഉത്തര പർവ്വത മേഖലയെ 3 തിരിക്കാം. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, കിഴക്കൻ മലനിര. ഹിമാലയെ കുറിച്ച് നോക്കാം. ഉത്തര പർവ്വത മേഖലയെ 3 തിരിക്കാമെന്ന് പറഞ്ഞു. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, കിഴക്കൻ മലനിര. അതിൽ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് 3 പർവ്വതനിരകൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു പർവ്വത മേഖലയാണ്. ഇതാണ് 3 പർവ്വതനിരകൾ. ട്രാൻസ് ഹിമാലയ ഉൾപ്പെടുന്ന 3 പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വടക്ക് കാരക്കോറം, ലഡാക്ക്, തെക്ക് ഭാഗത്ത് സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 പർവ്വതനിരകൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ് ട്രാൻസ് ഹിമാലയ. കാരക്കോറം വടക്ക് ഭാഗത്തും സസ്കർ തെക്ക് ഭാഗത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ്. അപ്പൊ ട്രാൻസ് ഹിമാലയെ 3 പർവ്വതനിരകളായി രൂപപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയ രൂപപ്പെട്ടിരിക്കുന്ന 3 പർവ്വതനിരകൾ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ഈ പറയുന്ന ട്രാൻസ് ഹിമാലയയിലെ കാരക്കോറം പർവ്വതനിരയിലാണ് കാണപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയയിലെ കാരക്കോറം പർവ്വതനിരയിൽ കാണപ്പെടുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 8661 മീറ്റർ ആണ്. ഈ ട്രാൻസ് ഹിമാലയയുടെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. ട്രാൻസ് ഹിമാലയയുടെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. ഈ സിയാച്ചിൻ ഗ്ലേസിയർ, ലോകത്തിലെ 3ാം ധ്രുവം എന്നറിയപ്പെടുന്ന സിയാച്ചിൻ ഗ്ലേസിയർ കാണപ്പെടുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ട്രാൻസ് ഹിമാലയയിലെ കാരക്കോറം പർവ്വതനിരയിലാണ് ലോകത്തിലെ 3ാം ധ്രുവം എന്ന് പറയപ്പെടുന്ന സിയാച്ചിൻ ഗ്ലേസിയർ കാണപ്പെടുന്നത്.
ഇനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ യുദ്ധഭൂമി കാണപ്പെടുന്നതും ഈ പറയുന്ന ട്രാൻസ് ഹിമാലയയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ യുദ്ധഭൂമി സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയയിലാണ്. ഇനി സിയാച്ചിൻ യുദ്ധഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ മേഘദൂത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് 1984 അടുത്ത നമ്മൾ ഹിമാലയത്തെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഹിമാലയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം. ഈ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? അതും ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ഇനി ട്രാൻസ് ഹിമാലയ, ഇതിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഹിമാലയം എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയൻ പർവ്വതനിരയ്ക്കും കിഴക്കൻ മലനിരകൾക്കും ഇടയിലായിട്ടാണ് ഈ ഹിമാലയ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയക്കും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് കാണപ്പെടുന്നത്. അപ്പം ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയക്കും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയം കാണപ്പെടുന്നത്. എങ്ങനെയാണ് ഹിമാലയം എന്ന പർവ്വതനിര രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടി അവക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തേജസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദം കൊണ്ട് ഉയർന്നാണ് ഹിമാലയം രൂപപ്പെട്ടതെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ്? ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടി അവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തേജസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ ഉയർന്നു പൊങ്ങിയാണ് ഈ പറയുന്ന ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നതാണ് കണ്ടുപിടിച്ചു വെച്ചിരിക്കും. ഇനി എന്താണ് ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ. ഹിമാലയത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 2400 കിലോമീറ്റർ ആണ്. ഇനി ഇവയുടെ ഉയരം കിഴക്കോട്ട് പോകും തോറും ഈ ഹിമാലയത്തിന്റെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് കിഴക്കോട്ട് പോകുമ്പോൾ ഉദാഹരണത്തിന് കാശ്മീരിൽ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 400 കിലോമീറ്റർ ആണെങ്കിൽ ഈ പറയുന്ന അരുണാചൽ പ്രദേശിൽ അത് എത്തുമ്പോൾ ആ ഹിമാലയത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 150 കിലോമീറ്ററോളം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹിമാലയത്തിന്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണ്. ഇനി സമാന്തരമായ 3 പർവ്വതനിരകൾ ചേർന്നാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്. ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? സമാന്തരമായ 3 പർവ്വതനിരകൾ ചേർന്നാണ്. ഏതൊക്കെയാണത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. സമാന്തരമായ 3 പർവ്വതനിരകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്ന പർവ്വതനിര ഏതാണ്? അതാണ് ഹിമാലയം. ആ ഹിമാലയത്തിന് സമാന്തരം 3 പർവ്വതനിരകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ് ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം. ഹിമാലയ പർവ്വതം ഉണ്ടായിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ഹിമാലയത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ഹിമാലയം 3 സമാന്തരമായ പർവ്വതനിരകൾ ചേർന്നാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ ഹിമാദ്രി എന്ന് പറഞ്ഞ ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ, ഹിമാലയത്തിന് നട്ടെല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിമാലയത്തിലെ ഹിമാദ്രിയാണ്. അപ്പൊ ഹിമാലയ പർവ്വതനിരകളിലെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയ പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര ഹിമാദ്രിയാണ്. അതുപോലെ ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ, ഹിമാലയത്തിന് നട്ടെല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിലെ ഹിമാദ്രിയാണ്. ഇതിന്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. ഇതിന്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. മറ്റൊരു സവിശേഷത എന്ന് വെച്ചാൽ പൂർണ്ണമായും ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ കൊടുമുടിയായ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാദ്രിയിലാണ്. ഹിമാലയ പർവ്വതനിര ഹിമാദ്രിയിലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയായ കാഞ്ചൻജംഗ കാണപ്പെടുന്നത്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അതും ഹിമാലയത്തിലെ ഹിമാദ്രിയിൽ നിന്നാണ് ഗംഗയും യമുനയൊക്കെ ഉത്ഭവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ, അതായത് 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള മിക്ക കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണ്. അതില് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയ മൗണ്ട് എവറസ്റ്റ്, നേപ്പാളിൽ സ്ഥിതി മൗണ്ട് എവറസ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണ് കാണപ്പെടുന്നത്. 8848 മീറ്റർ ആണ് അതിന്റെ ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് മൗണ്ട് എവറസ്റ്റ് ആണ്. 8848 മീറ്റർ ആണ് അതിന്റെ ഉയരം. ഹിമാലയത്തിൽ തന്നെ അടുത്ത മറ്റൊരു പർവ്വത മേഖലയെ കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് സിവാലിക്. സിവാലിക് എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയ പർവ്വതനിരകളിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട പർവ്വതനിര ഏതാണെന്ന് വെച്ചാൽ അത് സിവാലിക് ആണ്. ഇനി ഔട്ടർ ഹിമാലയ എന്ന വിശേഷണമുള്ള ഹിമാലയത്തിലെ പർവ്വതനിര ഏതെന്ന് വെച്ചാൽ അത് സിവാലിക് ആണ്. ഇതിന്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 1220 മീറ്റർ ആണ്. ഇനി ഇവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ ഈ പറയുന്ന ഹിമാലയത്തിലെ സിവാലിക്കിന്റെ പ്രത്യേകതയാണ്.
അപ്പൊ നീളമേറുന്ന വിസ്തൃതമായ താഴ്വരകളെ ഡ്യൂണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നീളമേറുന്ന വിസ്തൃതമായ താഴ്വരകളെ ഡ്യൂണുകൾ എന്നറിയപ്പെടുന്നു. ഈ ഡ്യൂണുകൾ സിവാലിക് എന്ന് പറയുന്ന ഹിമാലയത്തിലെ പർവ്വതനിരയുടെ സവിശേഷതയാണ്. ഉദാഹരണത്തിന് ഡെറാഡൂൺ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഡൂണാണ്. ഇനി ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വത മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് സിവാലിക് ആണ്. സിവാലിക് എന്ന് പറഞ്ഞ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ്. ഹിമാലയ പർവ്വതനിരകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും അല്ലെങ്കിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ടതുമായ പർവ്വതനിര സിവാലിക് ആണ്. ഔട്ടർ ഹിമാലയ എന്ന വിശേഷണമുള്ള പർവ്വതനിരയാണ് സിവാലിക്. ഇത് ഏകദേശം ഉയരം 1220 മീറ്റർ ആണ്. നീളമേറിയതും വിസ്തൃതമായ താഴ്വരകൾ എന്നറിയപ്പെടുന്ന ഡ്യൂണുകൾ ഇതിന്റെ സവിശേഷതയാണ്. ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കാണപ്പെടുന്ന ഹിമാലയ പർവ്വതനിരയാണ് സിവാലിക് പർവ്വതനിര. അപ്പൊ നമ്മൾ ഹിമാലയത്തിലെ പർവ്വതനിരകൾ പ്രധാനമായി പഠിച്ച ഏതൊക്കെയാണ്? ഹിമാചൽ, ആദ്യം ഹിമാദ്രി പഠിച്ചു അല്ലെ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഈ 3 സമാന്തര പർവ്വതനിരകൾ ചേർന്നാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഹിമാലയത്തിൽ തന്നെ അടുത്ത മറ്റൊരു പർവ്വത മേഖലയെ കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് സിവാലിക്. സിവാലിക് എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയ പർവ്വതനിരകളിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട പർവ്വതനിര ഏതാണെന്ന് വെച്ചാൽ അത് സിവാലിക് ആണ്. ഇനി ഔട്ടർ ഹിമാലയ എന്ന വിശേഷണമുള്ള ഹിമാലയത്തിലെ പർവ്വതനിര ഏതാണെന്ന് വെച്ചാൽ അത് സിവാലിക് ആണ്. ഇതിന്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 1220 മീറ്റർ ആണ്. ഇനി ഇവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ ഈ പറയുന്ന ഹിമാലയത്തിലെ സിവാലിക്കിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നീളമേറുന്ന വിസ്തൃതമായ താഴ്വരകളെ ഡ്യൂണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നീളമേറുന്ന വിസ്തൃതമായ താഴ്വരകളെ ഡ്യൂണുകൾ എന്നറിയപ്പെടുന്നു. ഈ ഡ്യൂണുകൾ സിവാലിക് എന്ന് പറയുന്ന ഹിമാലയത്തിലെ പർവ്വതനിരയുടെ സവിശേഷതയാണ്. ഉദാഹരണത്തിന് ഡെറാഡൂൺ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഡൂണാണ്. ഇനി ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വത മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് സിവാലിക് ആണ്. സിവാലിക് എന്ന് പറഞ്ഞ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ്. ഹിമാലയ പർവ്വതനിരകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും അല്ലെങ്കിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ടതുമായ പർവ്വതനിര സിവാലിക് ആണ്. ഔട്ടർ ഹിമാലയ എന്ന വിശേഷണമുള്ള പർവ്വതനിരയാണ് സിവാലിക്. ഇത് ഏകദേശം ഉയരം 1220 മീറ്റർ ആണ്. നീളമേറിയതും വിസ്തൃതമായ താഴ്വരകൾ എന്നറിയപ്പെടുന്ന ഡ്യൂണുകൾ ഇതിന്റെ സവിശേഷതയാണ്. ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കാണപ്പെടുന്ന ഹിമാലയ പർവ്വതനിരയാണ് സിവാലിക് പർവ്വതനിര. അപ്പൊ നമ്മൾ ഹിമാലയത്തിലെ പർവ്വതനിരകൾ പ്രധാനമായി പഠിച്ച ഏതൊക്കെയാണ്? ഹിമാചൽ, ആദ്യം ഹിമാദ്രി പഠിച്ചു അല്ലെ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഈ 3 സമാന്തര പർവ്വതനിരകൾ ചേർന്നാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കിഴക്കൻ മലനിരകളെ കുറിച്ചാണ്. കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേരാണ് പൂർവാചൽ. കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേരാണ് പൂർവാചൽ. അപ്പൊ നമ്മൾ പറഞ്ഞു ഉത്തര പർവ്വത മേഖലയെ പ്രധാനമായും നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നില്ല. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, കിഴക്കൻ മലനിരകൾ, അങ്ങനെ 3ആയിട്ട് നമ്മൾ ഉത്തര പർവ്വത മേഖലയെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേരാണ് പൂർവാചൽ എന്നാണ് അവ അറിയപ്പെടുന്നത്. ഇവയുടെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ ഉയരത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻ റാം തുടങ്ങിയ പ്രദേശങ്ങൾ കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകളിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻ റാം തുടങ്ങിയ പ്രദേശങ്ങൾ കാണപ്പെടുന്ന കിഴക്കൻ മലനിരകളിലാണ്. നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നതും കിഴക്കൻ മലനിരകളിലാണ്. നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്ന എവിടെയാണ്? കിഴക്കൻ മലനിരകളിലാണ്. ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ, മേഘാലയയിൽ കാണപ്പെടുന്ന ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ എവിടെ കാണപ്പെടുന്നു? മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്ന ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ കാണപ്പെടുന്നതും കിഴക്കൻ മലനിരകളിലാണ്. ഈ പട്കായി നിരകൾ എന്നറിയപ്പെടുന്നതും ഈ പൂർവാചലാണ്, അല്ലെങ്കിൽ കിഴക്കൻ മലനിരകളെയാണ് പട്കായി നിരകൾ എന്നറിയപ്പെടുന്നത്. കാരണം ഇന്ത്യയും ബർമയും വേർതിരിക്കുന്ന ഇന്ത്യ മ്യാൻമാറിനെ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് വെച്ചാൽ പട്കായി നിരകളാണ്. ആ പർവ്വതനിര ഏതാണെന്ന് വെച്ചാൽ അത് പൂർവാചൽ, അതായത് കിഴക്കൻ മലനിരകളാണ്. കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേരാണ് പൂർവാചൽ. അവയുടെ ഉയരം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി, മൗസിൻ റാം എന്നിവ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ മലനിരകളിലാണ്. നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നതും കിഴക്കൻ മലനിരകളിലാണ്. ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകളിലാണ്. ഈ പട്കായി നിരകൾ എന്നറിയപ്പെടുന്ന പൂർവാചലാണ്. ഇന്ത്യയും മ്യാൻമാറും വേർതിരിക്കുന്ന പട്കായി പർവ്വതനിര അത് എവിടെയാണെന്ന് വെച്ചാൽ അത് കിഴക്കൻ മലനിരകളെയാണ് ആ പട്കായി പർവ്വതനിര എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഉത്തര പർവ്വത മേഖലയിലെ ഏതാനും പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ഇതിന്റെ അടുത്ത മേഖല, അതായത് ഉത്തര മഹാസമതലം, അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്റെ ചാനൽ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്നും ഇത്തരം പോയിന്റ്സ് കളക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അടുത്ത വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. Till then, bye from me, Vinasarkar.